ഹലോ, നമുക്കിന്നൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ വാഴയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കാവേ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. മസാല ഒന്ന് ലൂസാക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീൻ വെച്ച് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാവേ മസാല. ഇനി ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കറിവേപ്പില വെച്ച് കൊടുക്കാവേ. ഇനി നമ്മുടെ മീനിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട കേട്ടോ. ഒരു വശം നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പം മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നോക്കാം. ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, പുളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ചീനച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം ഒരുമിച്ച് തന്നെ ഇടാവേ. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പുളി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പുളി വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാമേ. ഒത്തിരി അങ്ങ് വാടി ഉടഞ്ഞു പോകണ്ടേ. അല്പം വെള്ളം കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാവേ. അതൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി അത് ചീനച്ചട്ടിയിലേക്കിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും നോക്കാവേ ഈ ടൈമിൽ. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില വാട്ടി അതിലേക്ക് ഈ ഒരു മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാവേ. അതിനുശേഷം നമ്മൾ മുന്നേ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ കൂടി ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാവേ. അതിന് മുകളിലേക്ക് നമുക്ക് ബാക്കി വന്ന ആ ഒരു മസാല കൂടി നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പതിയെ ആ ഒരു വാഴയില മടക്കി എടുക്കാവേ. കുറച്ച് വാഴനാര് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു നാര് ഉപയോഗിച്ച് നമുക്കൊന്ന് കെട്ടി കൂടി കൊടുക്കാവേ. ദോശക്കല്ലിലേക്ക് വെച്ച് കൊടുക്കാം. ശേഷം അല്പം വെള്ളം കൂടി തിളച്ച് ഒന്ന് അടച്ചു വയ്ക്കാവേ. ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പം തിരിച്ചിട്ട് കൊടുക്കാം. നല്ല മധുരക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ അമ്മ അത് കഴുകി വൃത്തിയാക്കി വേവിച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ മീൻ പൊള്ളിച്ചത്. അപ്പോൾ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കെട്ടഴിച്ച് നോക്കുവാണേ. മസാലയൊക്കെ നല്ല പിടിച്ച് അഴിക്കുമ്പോഴേ നല്ല മണം വരുന്നുണ്ട്. പിച്ചെടുക്കാൻ നല്ല ചൂടാണ് എങ്കിലും പിച്ചെടുത്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത് നമ്മൾ തന്നെ റെസിപ്പിയാണേ.